നമസ്കാരം, എല്ലാവർക്കും കേരള വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. പിണറായി വിജയനൊക്കെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രാഥമിക പരിശോധനയും വിലയിരുത്തലും ഒക്കെ ഉണ്ടാകും. എന്താണ് തോൽവിയുടെ കാരണമൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ യോഗം ചേരുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് ആരാകും എന്നതിലും ഒക്കെ ഒരു ആകാംക്ഷയുണ്ട്. എന്തായാലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആയില്ലെങ്കിൽ KN ബാലഗോപാലിന്റെ പേരും ഈ ഒരു യോഗത്തിൽ പരിഗണനയിലൊക്കെയുണ്ട്. അതേസമയം തന്നെ പശ്ചിമ ബംഗാളിൽ അതിവേഗം സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് BJP. ടാഗോർ ജയന്തി ദിനമായ മെയ് 9 പുതിയ സർക്കാരിന് സത്യപ്രതിജ്ഞ ചെയ്യും. നിലവിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകുമെന്നൊക്കെയാണ് വിവരം. തമിഴ്നാട്ടിലും സമാന സാഹചര്യമാണ്. മുഖ്യമന്ത്രിയായി വിജയ് മെയ് 7 സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നൊക്കെ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. മന്ത്രിമാരെ തീരുമാനിക്കാൻ വിജയും നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി വാർത്തകൾ നിരവധിയാണ്. പ്രധാന തലക്കെട്ടുകളോടെ തന്നെ തുടങ്ങാം. ടോപ്പ് ഹെഡ്ലൈൻസ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി MLA-മാരുടെ മനസ്സറിയാൻ ഹൈക്കമാൻഡ്. AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇന്ന് കേരളത്തിലെത്തും. MLA-മാരുടെ പിന്തുണയ്ക്കുള്ള നീക്കങ്ങൾ ശക്തമാക്കി നേതാക്കളുടെ പക്ഷങ്ങൾ. കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയെ കാണാൻ രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക്. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം നാളെ ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിനു ശേഷമുള്ള ആദ്യ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. പരാജയത്തിന്റെ പ്രാഥമിക പരിശോധനയും വിലയിരുത്തലും യോഗത്തിലുണ്ടാകും. പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നതിലും ചർച്ച നടക്കും. പിണറായി അല്ലെങ്കിൽ സാധ്യത ഉയരുന്നത് KN ബാലഗോപാലിന്. യോഗത്തിനു ശേഷം പിണറായി വിജയൻ പ്രതികരിച്ചേക്കും. വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇന്ന് സൂചനാ പണിമുടക്ക്. ഹോട്ടലുകളും ക്യാന്റീനുകളും അടക്കമുള്ള ഭക്ഷണശാലകൾ 24 മണിക്കൂർ അടച്ചിടും. വർധന പിൻവലിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കാനും തീരുമാനം. പെട്രോളിയം കമ്പനികളുടെ ഓഫീസിലേക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മാർച്ച് നടത്തും. ഇറാനെതിരായ സൈനിക നടപടികൾ അവസാനിപ്പിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയും പ്രോജക്ട് ഫ്രീഡവും നിർത്തിവെക്കുന്നു. തീരുമാനം ഇറാനുമായി ധാരണയിലെത്തിയതിനാലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ. പ്രതിരോധം തുടരുമെന്നും ഇറാൻ സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. Operation Epic Fury is concluded. We achieved the objectives of that operation. We're not cheering for an additional situation to occur. We would prefer the path of peace. IPL ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മിന്നും വിജയവുമായി ചെന്നൈ. ജയം 8 വിക്കറ്റുകൾക്ക് 52 പന്തിൽ നിന്നും 87 റൺസ് എടുത്ത സഞ്ജു സാംസൺ വിജയശില്പി. തിളങ്ങാൻ കഴിയാതെ ഡൽഹിയുടെ മുൻനിര ബാറ്റർമാർ ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബ് ഹൈദരാബാദിനെ നേരിടും.